വടകര നിയോജക മണ്ഡലത്തിലെ പൊതുപര്യടനം തുടങ്ങുന്നതിന് മുമ്പാണ് കെ ശൈലജ ടീച്ചർ നിപ്പ പരിചരണത്തിനിടെ രോഗബാധയേറ്റ് മരിച്ച നഴ്സ് ലിനിയുടെ മക്കളെ കാണാൻ എത്തിയത്. ലിനിയുടെ ഭർത്താവ് സജീഷിനൊപ്പമാണ് മക്കളായ ഋതുലും സിദ്ധാർത്ഥും ഇപ്പോൾ കഴിയുന്നത്. 2018 നിപ്പ ഭീതി പരത്തിയ കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ സാന്നിധ്യം കുടുംബത്തിന് താങ്ങായി മാറിയിരുന്നതായി സജീഷ് ഓർത്തു. ഇവരെ പനിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തിരിച്ച് ഡിസ്ചാർജ് ചെയ്യുമെന്ന് ചോദിച്ച സമയത്ത് ടീച്ചർ പറഞ്ഞൊരു വാക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ അവരെ നോക്കുന്നതിനേക്കാളും നല്ല ഭംഗിയായിട്ട് ഞങ്ങളിവിടെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ആ രീതിയിൽ നിങ്ങളേക്ക് ഡിസ്ചാർജ് ചെയ്തു തരും. ടീച്ചർ പറഞ്ഞ സമയത്ത് അതൊരു നല്ലൊരു ഓർമ്മയാണ്. അത് ആ ഒരു കാര്യത്തിൽ തന്നെയാണ് പിന്നീട് പലപ്പോഴും നമുക്ക് ആ ബാക്ക് സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളൊരു രീതിയിൽ ടീച്ചർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2018 മെയ് 20-നാണ് നഴ്സ് ലിനി നിപ ബാധയെ തുടർന്ന് മരിക്കുന്നത്. മലയാളിയെ ഏറെ വേദനിപ്പിച്ച മരണമായിരുന്നു ലിനിയുടേത്. ശൈലജ ടീച്ചർ ഇപ്പോഴും വിളിക്കാറുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞു. ഞങ്ങളെ പറ്റി ടീച്ചർ കുറെ അന്വേഷിക്കാറൊക്കെ ഉണ്ട്, ഞങ്ങളെ വിളിക്കാറൊക്കെ ഉണ്ട്. സജീഷും കുട്ടികളുമായി അല്പനേരം ചെലവഴിച്ച ശേഷമാണ് ശൈലജ ടീച്ചർ വീട്ടിൽ നിന്നും മടങ്ങിയത്. എന്തായാലും ഞങ്ങളുടെ ലിനിയുടെ മക്കൾ ഒറ്റക്കായി പോയില്ല എന്നൊരു സന്തോഷം മനസ്സിനുണ്ട്. എല്ലായ്പ്പോഴും ലിനിയുടെ ഓർമ്മ ഒരു വേദനയാണ്, എങ്കിലും മക്കൾക്ക് ഒരാശ്വാസമുണ്ട് എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. സജീഷിന്റെ ഭാര്യ പ്രതിഭയും ബന്ധുക്കളും ചേർന്ന് ശൈലജ ടീച്ചറെ സ്വീകരിച്ചു. ഇനിയും വരാമെന്ന് പറഞ്ഞാണ് ശൈലജ ടീച്ചർ മടങ്ങിയത്. ടീച്ചറുടെ സന്ദർശനം ഏവർക്കും വലിയ സന്തോഷം പകരുന്ന ഒന്നായി. കൈരളി ന്യൂസ്, കോഴിക്കോട്.